ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ദിവ്യ. ഓക്കെ, പുതിയൊരു വീഡിയോയിലേക്കാണ് ഏവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ബാങ്ക് എക്സാമിൻ്റെ എങ്ങനെയൊക്കെ എല്ലാം നമുക്ക് ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാം, എത്രയും വേഗം ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാങ്ക് എക്സാമിന് സാധാരണയായി ചോദിക്കുന്നത് റീസണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ദാറ്റ് മീൻസ് QA ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാര്യങ്ങളായിട്ടുള്ളത്. ഓക്കെ, അപ്പം റീസണിങ് ആയാലും ശരി, ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും ശരി, ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു പ്രിലിംസ് ക്ലിയർ ചെയ്യാനും കൂടാതെ ജനറൽ അവയർനെസ് മെയിൻസ് ക്ലിയർ ചെയ്യാനും ജനറൽ അവയർനെസ് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായി വരുന്നതാണ്. പ്രിലിംസിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഫ്ലുവൻസി അല്ല നമുക്കവിടെ വേണ്ടത്. ഒരു ഇംഗ്ലീഷിനകത്ത് ഒരു ഫ്ലുവൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷിന് ഒരു ബാങ്ക് എക്സാം അത്രയും വേഗം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേസമയം നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എത്ര വേഗത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു എന്നുള്ളത്. നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നമുക്ക് ഓരോ സ്ലൈഡ് നോക്കാം. ഓക്കെ, Mastering Bank English, the blueprint for SBI and IBPS. Precision strategy, contest accuracy over speed. You don't need perfect English to clear the bank exam. You need a right approach. നമുക്കൊരു പെർഫെക്റ്റ് ഇംഗ്ലീഷ് അല്ല വേണ്ടത്. ഒരു ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാൻ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താണ് റൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. നമ്മൾ എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നമ്മൾ എങ്ങനെ എത്രയും വേഗം നമ്മൾ എങ്ങനെ ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പെർഫെക്റ്റ് ഇംഗ്ലീഷ്, നമ്മളിപ്പോൾ ഭയങ്കര ഫ്ലുവൻസി ഉണ്ട്, അവന് ഭയങ്കര ഫ്ലുവൻറ്റ് ആണ്, അല്ലെങ്കിൽ അവൻ ഇംഗ്ലീഷിൽ ഭയങ്കര ഫ്ലുവൻറ്റ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഭയങ്കര ഫ്ലുവൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാരണവശാൽ ഇംഗ്ലീഷ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എത്രയും വേഗം നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് ഗിവൺ പീരീഡ് ഓഫ് ടൈം തരും. അതിനുള്ളിൽ നമ്മൾ എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാതെ വായിച്ചിരുന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെ വായിച്ചിരുന്ന് ആ സമയം കളഞ്ഞ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയം കിട്ടാതെ നമ്മൾ അതിന്റെ പുറകിന് പോകാതെ അങ്ങനെ ഇരുന്ന് അതിന്റെ സമയം കളയാതെ എത്രത്തോളം വേഗത്തിൽ നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ള അപ്രോച്ചിൽ നമുക്ക് എങ്ങനെ അതിന്റെ ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഈസ് നോട്ട് എ ടെസ്റ്റ് ഓഫ് ഫ്ലുവൻസി, ഇറ്റ്സ് എ ടെസ്റ്റ് ഓഫ് സ്ട്രാറ്റജി, പാറ്റേൺ റെക്കഗ്നീഷൻ ആൻഡ് നെർവ്. നമ്മൾ ഇതിന്റെ പാറ്റേൺ അറിഞ്ഞിരിക്കണം. എക്സാമിന് നമ്മൾ ഇതിന്റെ പാറ്റേൺ അറിഞ്ഞിരിക്കണം. എന്ത് പാറ്റേണിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഏത് പാറ്റേണിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇംഗ്ലീഷിന് നമ്മൾ ഏതെല്ലാം പാറ്റേൺ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇതിലൂടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. IBPS ആണെന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ അഗ്രിഗേറ്റ് ആണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു IBPS എക്സാം ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്നാണ് IBPSന്റെ ഫുൾ ഫോം. അപ്പൊ പബ്ലിക് സെക്ടർ ബാങ്ക്സിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ് എന്ന് പറയുന്നത് IBPS എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് PO ഉണ്ട്, IBPS PO ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സും ഉണ്ട്. ഫോർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പബ്ലിക് ബാങ്ക്സിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ് IBPS എക്സാം എന്ന് പറയുന്നത്. ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. SBI എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് റിക്രൂട്ട്മെന്റ് ഫോർ PO ആൻഡ് ക്ലർക്ക്. SBI എന്ന് പറയുന്നത് SBIയുടെ ബാങ്കിന് വേണ്ടിയിട്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവർക്ക് വേണ്ടി നടത്തുന്ന ഒരു എക്സാം ആണ് SBI എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് RBI ഉണ്ട്. RBI എന്ന് പറയുന്നത് നമുക്കറിയാം അത് സെൻട്രൽ അതോറിറ്റി ആണ്. അവരുടെ ടാർഗറ്റഡ് എക്സാം എന്ന് പറയുന്നത് ഗ്രേഡ് B ഓഫീസേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് ആണ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ബാങ്ക് എക്സാംസ് ആണ് സാധാരണയായി കാണപ്പെടുന്നത്. IBPS എക്സാം ഉണ്ട്, SBI ഉണ്ട്, RBI ഉണ്ട്. ഈ 3 എക്സാംസ് ആണ് സാധാരണയായി കാണപ്പെടുന്നത്. ഈ 3 എക്സാമിലും ഇംഗ്ലീഷിന്റെ പാറ്റേൺ നമുക്ക് എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് ഇംഗ്ലീഷിന് നമുക്ക് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പം അനാട്ടമി ഓഫ് ദ ചലഞ്ച്, പ്രിലിംസ് വേഴ്സസ് മെയിൻസ്. പ്രിലിംസിനും മെയിൻസിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഫോർമാറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, MCQ ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രിലിംസിലുള്ളത്. വോളിയം എന്ന് പറയുന്നത് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിന് വരുന്നത്. ഇത് ഇംഗ്ലീഷിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യമാണ്. 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓവറോൾ 30 ക്വസ്റ്റ്യൻസ് അല്ല, ഒൺലി ഫോർ ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രിലിംസിന് വരുന്നത്. 30 ക്വസ്റ്റ്യൻസ്
വരുമെങ്കിലും അതിനാകെ നമുക്ക് തരുന്ന ടൈം ലിമിറ്റ് 20 മിനിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ 1 മിനിറ്റ് ഫോർ വൺ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് 1 മിനിറ്റ് കുറവുള്ള, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റിൽ കുറവുള്ള ഒരു എക്സാം, എന്താ പറയുക, 1 മിനിറ്റിൽ കുറവായിരിക്കും നമുക്ക് തരുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എക്സ്ട്രീം സ്പീഡ് ആൻഡ് ഫണ്ടമെന്റൽ ആക്യുറസി ആണ്. സ്പീഡ് ആൻഡ് ആക്യുറസി എന്ന് പറയുന്നതാണ് പ്രിലിംസിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സ്പീഡ് ആൻഡ് ആക്യുറസി, പ്രിലിംസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്പീഡിലും ആക്യുറസിയിലുമാണ്. സ്പീഡും ആക്യുറസിയും ആണ് പ്രിലിംസ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടും അവർ എന്താ പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സ്പീഡും ആക്യുറസിയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന മെയിൻ ആയിട്ടുള്ള ക്ലിയർ ചെയ്യാനുള്ള ഒരു എക്സാം വേണ്ടി മാത്രമാണ് എന്തെന്ന് പറയുന്നത് പ്രിലിംസ് എന്ന ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് പ്രിലിംസ്. ഈ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മെയിൻസ് എക്സാം എഴുതാനുള്ള അവസരം കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം പ്രിലിംസ് എന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് ആക്യുറസി അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം മാത്രമാണ്. 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 30 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് വെറും 20 മിനിറ്റ്സ് ആണ് അവർ നമുക്ക് തരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സസ് കാണും നിങ്ങൾക്ക് കേട്ടോ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണും. അതിൽ നിന്ന് നിങ്ങൾക്ക് യു ക്യാൻ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് മെയിൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പ്ലസ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവും കാണും, ഡിസ്ക്രിപ്റ്റീവും കാണും. അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് ലെറ്ററും കാണും, എസ്സേയും കാണും ഫോർ PO എക്സാംസിന്. ഡിസ്ക്രിപ്റ്റീവും കാണും, ലെറ്റർ ആൻഡ് എസ്സേ ഫോർ PO. ഓക്കെ, അപ്പം മെയിൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തും കാണും, ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ക്വസ്റ്റ്യൻസ് കാണും, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫോർ PO മീൻസ് പ്രൊബേഷണറി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ലെറ്ററും എസ്സേകളും എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വോളിയം എന്ന് പറയുന്നത് 35 to 40 മിനിറ്റ്സ് ആണ്, 40 ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നതും 35 to 40 മിനിറ്റ്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് അവർ തരുന്നത് കേട്ടോ. അവിടെ സ്പീഡ് ആൻഡ് ആക്യുറസി അല്ല, അവിടെ നമ്മൾ എത്രത്തോളം നമ്മളെ മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവിടെ നമ്മൾ കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. മെയിൻസ് എക്സാമിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ആണെന്നെങ്കിൽ, പ്രിലിംസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡും ആക്യുറസിയും ആണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ അവർ നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 35 to 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ നമുക്ക് തരുന്നത്. ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 35 to 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞാൽ എൻഡുറൻസ്, കോംപ്ലക്സ്, കോംപ്രിഹെൻഷൻ ആൻഡ് കോണ്ടെക്സ്റ്റുവൽ ഡെപ്ത്. നമ്മൾ എത്ര കോണ്ടെക്സ്റ്റിന് നമ്മൾ എത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, കോണ്ടെക്സ്റ്റിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതിന്റെ കോംപ്രിഹെൻഷൻ പാസേജസ് കാണാം. അതല്ലേ നമുക്ക് അടുത്ത സ്ലൈഡിൽ അതെല്ലാം പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻസ് എക്സാമിന് നമുക്ക്. അപ്പൊ മെയിൻസ് എക്സാം കമ്പാരിറ്റീവ്ലി പ്രിലിംസിനെക്കാളും എന്തായിരിക്കാം, ടഫ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് ഇരട്ടി നമ്മൾ ടൈം എടുത്ത് നമ്മൾ വേണം എന്ത് പ്രിപ്പയർ ചെയ്യാൻ, മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അറിഞ്ഞിരിക്കുക, പ്രിലിംസിനാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. അതേസമയം എന്താ പറയുക, മെയിൻസിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും രണ്ടും ചോദിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പം 30 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 20 മിനിറ്റ്സ് മാത്രമേ തരത്തുള്ളൂ. ലെസ് ദാൻ 1 മിനിറ്റ് ആണ് പെർ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ 35 to 40 ക്വസ്റ്റ്യൻസ് കാണും, അതിന് 1 മിനിറ്റ് വീതം കാണും, 35 to 40 മിനിറ്റ്സ് കാണും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞത് നമുക്ക് സിലബസ് കോൺസ്റ്റലേഷൻ നോക്കാം. നമുക്ക് സിലബസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കോംപ്രിഹെൻഷൻ ആണ് ആദ്യം വരുന്നത്. കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് കാണും. ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ പാസേജ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് കോംപ്രിഹെൻഷൻ പാസേജിലായിരിക്കും. കാരണം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസ് കാണുന്നതിന് 10 മാർക്സും കിട്ടും നമുക്ക്. അതായത് നമ്മൾ ഒരു പാസേജ് തന്നിട്ട് പാസേജിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് തരും. അതിനകത്ത് ആന്റോണിംസ് കാണും, സിനോണിംസും കാണും, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കാണും, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏത്, സിനോണിം ഏതാണ്, ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഫ്രം ദ ഗിവൻ പാസേജ്, ഫൈൻഡ് ഔട്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ഫ്രം ദ ഗിവൻ പാസേജ്. അങ്ങനെ പാസേജിനെ ബേസ് ചെയ്തുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാണും, ഇതെല്ലാം കാണും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റീഡിംഗ് കോംപ്രിഹെൻഷൻ 8 to 10 ക്വസ്റ്റ്യൻസ് കാണും. ക്ലോസ് ടെസ്റ്റ് കാണും. ക്ലോസ് ടെസ്റ്റ് മീൻസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. അതിനകത്ത് കുറെ ബ്ലാങ്ക്സ് കാണും. ബ്ലാങ്ക്സ് തന്നിട്ട് അത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം കുറെ പാരാജമ്പിൾസ് കാണും. പാരാജമ്പിൾസ് മീൻസ് 3 to 5 ക്വസ്റ്റ്യൻസ് കാണും. പാരാജമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേന് 3 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് തരും. പാരാജമ്പിൾഡ് മീൻസ് ഇങ്ങനെ എന്താ പറയുന്നത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ അങ്ങോട്ട് ജമ്പിൾഡ് ആയിട്ടുള്ള ഓർഡറിൽ അതിന് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട്
നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യുക? ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ S1 S5 തരും, എന്നിട്ട് S2 S3 S4 ഇതിനകത്ത് S1 S5 നമുക്ക് തരും. അതിന് രണ്ടാമതും മൂന്നാമതും നാലാമതും വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതെന്ന് നമുക്ക് കണ്ടെത്തണം. S1 ആദ്യം വന്നു കഴിഞ്ഞാൽ S1 ആദ്യം വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് ചിലപ്പോൾ S4 ആയിരിക്കും. S4 കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ S2 ആയിരിക്കും. S2 കഴിഞ്ഞ് S3 ആയിരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും S1 വരുന്നത്. ഇതേപോലെ പാരാജമ്പിൾഡ് ആയിട്ടുള്ള ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവർ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തരും, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തരും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തരും, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തരും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് കണ്ടെത്താൻ ചോദിക്കും. അല്ലാതെ തന്നെ ഫുൾ ആയിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് പകുതി ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ഫുൾ സ്റ്റേറ്റ്മെന്റിനെ ഡിവൈഡ് ചെയ്ത് തന്നിട്ട് സ്ലാഷ് തന്നിട്ട് ഇതിനെ ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാൻ ചോദിക്കുക. ഇതെല്ലാം പാരാജമ്പിൾഡ് അത് വരിക. സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ഇതെല്ലാം ഇങ്ങനെ വരികയാണ്. സെന്റൻസ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനകത്ത് ഇങ്ങനെയാണ്, ഈ ടൈപ്പ് മോഡലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു റീഡിംഗ് കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. റീഡിംഗ് കോംപ്രിഹെൻഷനകത്ത് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 10 അല്ലെങ്കിൽ ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. പക്ഷെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തേ വായിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും വേർഡ് ബൈ വേർഡ് നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന് നിങ്ങളുടെ ടൈം കളയാൻ പാടില്ല. അത്രയും സമയം നിങ്ങൾക്ക് തരികയില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് പോലും ഇല്ല നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ വായിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ. നമുക്കറിയാം 30 ക്വസ്റ്റ്യൻസിന് 20 മിനിറ്റ്സ് ആണ് അവർ നമുക്ക് തരുന്നത്. അതുകൊണ്ട് സ്കിമ്മിങ് ആണ് അവിടെ ആവശ്യം. സ്കിപ്പിങ്ങോ അല്ല, സ്കിമ്മിങ് ആണ് ആവശ്യം. ജസ്റ്റ് നേരെ വായിക്കുക, then go through the questions and find out the answers from the given passage. അത്രയോ തന്നെ ഉള്ളൂ. അത്ര തന്നെ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ leave that question and go to the next one. ഓക്കെ, പാരാജമ്പിൾഡ് ആണ്. പാരാജമ്പിൾഡ് അത് കഴിഞ്ഞതിന് ശേഷം ഗ്രാമറിനകത്താണ് എറർ ഡിറ്റക്ഷൻ ആണ്. എറർ ഡിറ്റക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമർ റൂൾസ് കംപ്ലീറ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു 120 റൂൾസോളം നമ്മൾ പഠിക്കണം. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? എറർ ഡിറ്റക്ഷൻ പഠിക്കാൻ പറ്റും. ഒരു 120 ഗ്രാമർ റൂൾസ് നമ്മൾ പഠിച്ചു വെക്കണം. ഒരു 120 ഇല്ലെങ്കിൽ നമ്മൾ ഒരു 80 ഒരു ഗ്രാമർ റൂൾസ് എങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. 80 ഗ്രാമർ റൂൾസ് എങ്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചു വന്നിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തുള്ള ഒരു 80 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു 80 ഒരു ഗ്രാമർ റൂൾസ് എങ്കിലും നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എറർ ഡിറ്റക്ഷൻ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, എറർ ഡിറ്റക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രേസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫ്രേസ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഫ്രേസ് റീപ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രേസൽ വെർബുകളുടെ കളികളാണ്. നമ്മൾ ഈ ഫ്രേസൽ വെർബുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ് എഡിറ്റോറിയൽ വായിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷ് പത്രങ്ങളിലെ ഹിന്ദു പത്രമായാലും ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലെയും എഡിറ്റോറിയൽ പേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഇഷ്ടം പോലെ ഫ്രേസൽ വെർബ്സ് കിട്ടാനും സാധ്യതയുള്ള ഒരു പോർഷൻ ആണെന്ന് പറയുന്നത് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ എഡിറ്റോറിയൽ ദിവസവും നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് ടഫായിട്ടോടെ തോന്നുന്നു പറയുന്ന വേർഡുകൾ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതായിട്ടുള്ള പോർഷൻസ് സ്ഥിരം വായിക്കുക. സ്ഥിരം വായിച്ച് ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. സൗണ്ട് ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഫാനിന്റെ സൗണ്ട് ഓഫ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റോറിയൽ വായിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്, കറക്റ്റ് ആയിട്ടുള്ളത് മീൻസ് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ വൊക്കാബുലറി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രേസൽ വെർബ്സുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു നോട്ട്ബുക്കിനകത്തോട് മെൻഷൻ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഫ്രേസൽ വെർബ്സ് ആയാലും സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആയാലും അതിനുശേഷം വൊക്കാബുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഫില്ലേഴ്സ് മീൻസ് അതും ഇതാണ് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ തന്നെയാണ്. സിംഗിൾ ഫില്ലേഴ്സ് ഉണ്ട്, ഡബിൾ ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട്, 3 എണ്ണം വരുന്നതുണ്ട്, 2 എണ്ണം വരുന്നതുണ്ട്, സിംഗിൾ ആയിട്ട് വരുന്നതുണ്ട്, ഫില്ലേഴ്സ് ഉണ്ട്. പിന്നെ എന്താ സിനോണിംസ് ആൻഡ് അന്റോണിംസ് ഉണ്ട്, കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള വേർഡ് യൂസേജ് ഉണ്ട്. ഇതെല്ലാം വരുന്നുണ്ട്. കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള വേർഡ് യൂസേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ അതിന് പ്രത്യേക ട്രിക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള വേർഡ് യൂസേജ് നമുക്ക് ഇത് എങ്ങനെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതെല്ലാം നമ്മൾ ഗ്രാമർ റൂൾ പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള എല്ലാ ട്രിക്കുകളെല്ലാം നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ,
അപ്പം അത് നമ്മൾ ഗ്രാമർ റൂൾസ് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കുന്നതാണ്. അപ്പം ഇതെല്ലാമാണ് ഇംഗ്ലീഷിന് ചോദിക്കുന്നത്. പിന്നെ പ്രീ റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്, ഡു നോട്ട് റീഡ് ദ ഓപ്ഷൻസ്, പ്രൈം യുവർ ബ്രെയിൻ ഫോർ വോട്ട് ടു ഹണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാൻ പോകരുത്. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പോകരുത്, വായിക്കാൻ പോകരുത്. നിങ്ങൾ ഒരു കാരണവശാലും ഓപ്ഷൻസ് നിങ്ങൾ വായിക്കാൻ പോവുകയും ചെയ്യരുത്, ക്വസ്റ്റ്യൻ വായിക്കാൻ പോകരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്തിലേക്ക് പോവുക, ഓപ്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. രണ്ടാമത് പറയുന്നത് സ്കിമ്മിങ് ആണ്. സ്കിപ്പിംഗ് അല്ല, സ്കിമ്മിങ് ആണ്. സ്കാൻ ദ പാസേജ് ക്വിക്ക്ലി, സ്കാനിങ് ആണ്. സ്കിപ്പിംഗ് എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് വായിച്ചു പോകുക എന്നുള്ളതല്ല, സ്കിമ്മിങ് ആണ്. സ്കിമ്മിങ് മീൻസ് സ്കിപ്പിങ്ങിനേക്കാൾ ഇച്ചിരി കൂടെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കിമ്മിങ് റീഡിംഗ് ഉണ്ട്. റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ള റീഡിംഗ് ഉണ്ട്, സ്കിപ്പിംഗ് ഉണ്ട്. സ്കിപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വിട്ട് അവിടെ ഇവിടെ വിട്ട് വായിക്കുന്നതിന് സ്കിപ്പിംഗ് എന്ന് പറയും. സ്കിമ്മിംഗ് എന്ന് പറയുന്നത് സ്കാനിങ് ആണ്. സ്കാൻ ചെയ്ത് വായിക്കുക, പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഓടിച്ചിട്ട് നമ്മൾ വായിക്കുന്നതിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോംപ്രിഹെൻഷൻ പാസേജിൽ നമുക്ക് സ്കിമ്മിംഗ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്കിമ്മിംഗ് ആണ്. സ്കാൻ ദ പാസ്, ഡു നോട്ട് റീഡ് വേർഡ് ബൈ വേർഡ്, ടൈം ഈസ് യുവർ എനിമി. അതായത് അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ശത്രുവായി നിൽക്കുന്നത് നമ്മുടെ സമയമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ നമ്മൾ വേർഡ് ബൈ വേർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, വേർഡ് ബൈ വേർഡ് വായിക്കാൻ നിൽക്കുകയേ ചെയ്യരുത്. ഓക്കെ. പിന്നെ ട്രയഡ് മാപ്പിംഗ്, ഐഡന്റിഫൈ ദ ഓതേഴ്സ് ഇന്റന്റ് ആൻഡ് ദ ടോൺ ഓഫ് ദ പാസേജ് ആൻഡ് ദ കോർ മെയിൻ ഐഡിയ. പിന്നെ ഐഡന്റിഫൈ ദ ഓതറിന്റെ ഇന്റൻഷൻ ചോദിക്കും. ഓതർ ഇന്റൻഷൻ ചോദിക്കുക എന്ന് പറയുന്നത് അതിന് മെയിൻ ക്വസ്റ്റ്യൻ വരുന്നത് ടോൺ ഓഫ് ദ പാസേജ്, ഫൈൻഡ് ഔട്ട് ദ ടോൺ ഓഫ് ദ പാസേജ്. എങ്ങനത്തെ പാസേജ് ആണ്, അതോ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പാസേജ് ആണോ, അതോ ഡേറ്റീവ് ആണോ, പ്രൈസിങ് ആണോ, അതോ ലാമെന്റിങ് ആയിട്ടുള്ളതാണോ, സർക്കാസ്റ്റിക് ആണോ, അതോ സാർഡോണിക് ആണോ, എങ്ങനെയുള്ള പാസേജുകളാണ്, എങ്ങനത്തെ ടോൺ ആണ് പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് അയ്യോ കഷ്ടം തോന്നുന്നൊരു പാസേജ് ആണോ, അതോ നമുക്ക് എന്തെങ്കിലും നോളജ് കിട്ടുന്ന നോളജബിൾ ആയിട്ടുള്ള പാസേജ് ആണോ, അങ്ങനെയുള്ള പാസേജ് ആണോ, അതാണ് ടോൺ ഓഫ് ദ പാസേജ് എന്ന് നോക്കുന്നത്. അപ്പോൾ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയുള്ള പാസേജ് ആണോ, അതോ ആരെങ്കിലും മോക്ക് ചെയ്യുന്ന കളിയാക്കുന്ന പാസേജ് ആണോ, സർക്കാസ്റ്റിക് ആയിട്ടുള്ള പാസേജ് ആണോ എന്നൊക്കെയുള്ളതെല്ലാം നമുക്ക് അത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ. Then next one is synonym hunt. For vocabulary question, never search for exact words, search for the contextual meaning. ഒരു കാരണവശാലും ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവിയൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് അൺഇമ്പോർട്ടൻ്റ് ആണ്. അൺഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന വേർഡിന്റെ കറക്റ്റ് വേർഡ് മീനിങ് അൺഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന വേർഡ് ആയിരിക്കില്ല അവിടെ വരുന്നത്. അൺഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന വേർഡ് മീനിങ് വരുന്ന മറ്റൊരു വേർഡ് ആയിരിക്കും അവിടെ വരുന്നത്. അതായത് ട്രിവിയൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് സില്ലി ഓർ അൺഇമ്പോർട്ടൻ്റ് എന്നാണ്. ഓക്കെ. അപ്പോൾ സില്ലി ഓർ അൺഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന വേർഡ് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അൺഇമ്പോർട്ടൻ്റ് മീനിങ് വരുന്ന വേറെ ഏതെങ്കിലും ഒരു വേർഡ് ആയിരിക്കും. ഇപ്പോൾ ദാറ്റ് മീൻസ് എന്താ പറയുക, ക്രിട്ടിക്കൽ എന്നോ, ക്രൂഷ്യൽ എന്നോ, വൈറ്റൽ എന്നോ, പിവറ്റൽ എന്നോ, പ്രസ്സിങ് എന്നോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് മീനിങ് വരുന്ന ഒരു വേർഡാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റൽ ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള വേർഡ് അതായിട്ട് സാമ്യം വരുന്ന വേർഡ് മീനിങ്സ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ കറക്റ്റ് വേർഡ് ബൈ വേർഡ് മീനിങ്സ് ആണ് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കേട്ടോ. ഓക്കെ. ദെൻ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അൺലൈക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ, റീഡ് ദ എൻ്റയർ പാസേജ് ഫസ്റ്റ്. റീഡിങ് കോംപ്രിഹെൻഷൻ പോലെയല്ല. റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കിമ്മിങ് ആണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പാസേജ് ഫുള്ള് വായിക്കുക. ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ബ്ലാങ്ക്സ് കാണും. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ആ പാസേജ് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്തിരിക്കണം, വായിച്ചിരിക്കണം. അപ്പം അൺലൈക്ക് ദ റീഡിങ് പാസേജ്, അൺലൈക്ക് ദ റീഡിങ് കോംപ്രിഹെൻഷൻ, റീഡ് ദ ക്ലോസ് ടെസ്റ്റ് വെരി കെയർഫുള്ളി, ഭയങ്കര കെയർഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് വായിച്ചിരിക്കണം. വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുകയുള്ളൂ കേട്ടോ. അതാണ് റീഡിങ് കോംപ്രിഹെൻഷനും ക്ലോസ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഗ്രാസ്പ് ദ ഓവർ ആർക്കിംഗ് കോണ്ടെക്സ്റ്റ് ബിഫോർ ലുക്കിംഗ് അറ്റ് ദ ബ്ലാങ്ക്സ്, നാരോ ഡൗൺ ദ ഗ്രാമർ കോൺസ്ട്രെയിൻസ് ആൻഡ് സെലക്ട് ദ ഫൈനൽ വേർഡ് ബേസ്ഡ് ഓൺ ലോജിക്, ഡു നോട്ട് ഗസ്. അവിടെ ഗസ് ചെയ്തയോ ഇതായിരിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. ഇത് ലോജിക്ക് അനുസരിച്ച് ലോജിക്ക് യൂസ് ചെയ്യുക. ലോജിക്ക് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ വേർഡ് ആയിരിക്കും ഇവിടെ വരുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുക. അല്ലാതെ ഗസ് ചെയ്തിട്ട് ഇതായിരിക്കാം, ഇതായിരിക്കാം, ഇതേ ഇവിടെ വരുള്ളൂ എന്ന് നമ്മൾ ഗസ് ചെയ്ത ഒരു കാരണവശാൽ നമ്മൾ അവിടെ ആൻസേഴ്സ് ഓപ്ഷൻ നമ്മളവിടെ സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ഇതിനുള്ള ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം മാക്സിമം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാരാജമ്പിൾസ് ആണ്. ഹണ്ട് ഫോർ ദ ആങ്കർ.
ഐഡന്റിഫൈ ദ ഓപ്പണിംഗ് സെന്റൻസ് ഫസ്റ്റ്. അപ്പൊ പാരജമ്പിൾ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ഓപ്പണിംഗ് സെന്റൻസ് ആദ്യം വായിക്കുക. Then map the logical sentence by tracking actor, however, there for and pronoun he, it, they, between, they, breathe, do not panic at length. അപ്പൊ അതായത് ഇതെന്താന്ന് വെച്ചാല് നമുക്കൊരു പാസേജ് വരും. ആദ്യം നമ്മൾ അതിന്റെ ഫസ്റ്റ് പാസേജ് കണ്ടുവരുന്നത് വൺ കണ്ടെത്തതിന് ശേഷം നമുക്കറിയാം ഈ ഹീ ഇറ്റ് ദേ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുത്തുകയില്ല. ഹീ ഇറ്റ് ദേ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഹീ ഇറ്റ് ദേ ദെയർ ഫോർ ഹൗവർ പ്രോനൗൺസ് ആയിട്ടുള്ള വെച്ചിട്ട് ഒരു കാരണവശാലും നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല കേട്ടോ. അപ്പം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഹൗവർ എന്നോ ദെയർഫോർ എന്നോ ബട്ട് എന്നോ ബിസൈഡ്സ് എന്നോ എന്താ പറയുന്നത് ആൻഡ് എന്നോ ഓർ എന്നോ ദെൻ എന്നോ ദെയർ എന്നോ ദെയർ വെച്ചിട്ട് THIR ദെയർ എന്നുള്ള ദെയർ ആണ് കേട്ടോ. THIR ദെയർ എന്നോ എന്നുള്ള വേർഡുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രോനൗൺസ് വെച്ചിട്ട് ഹി ഷീ ഇറ്റ് ദേ എന്ന് പറയുന്ന പ്രോനൗൺസ് വെച്ചിട്ടോ ഒന്നും ഒരു സെന്റൻസ് എന്തായാലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പൊ അതൊക്കെ എല്ലാം ലോജിക്കാണ്. ലോജിക്ക് അനുസരിച്ച് വേണം നമ്മളവിടെ പാരാജമ്പിൾ നമ്മളവിടെ കണക്ട് ചെയ്യാനായിട്ട് കേട്ടോ, കണക്ട് ചെയ്യാനുള്ളത്. Then, modern banking exam do not just test rote grammatical rules. They test your ability to understand language within an environment. അപ്പോൾ ഒരു റോട്ടായിട്ടുള്ള ഒരു ഗ്രാമർ റൂൾസ് അല്ല അവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. മോഡേൺ ബാങ്കിങ് എക്സാം ഡു നോട്ട് ജസ്റ്റ് റോട്ട് ഗ്രാമാറ്റിക്കൽ റൂൾസ്. ഒരു റോട്ടായിട്ടുള്ള ഒരു ടെസ്റ്റ് റോട്ടായിട്ടുള്ള ഒരു ഗ്രാമാറ്റിക്കൽ റൂൾസ് അല്ല അവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് വിത്തിൻ എൻവയോൺമെന്റ്. ഒരു എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഒരു ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ നിങ്ങളെ അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ. അതേപോലെ ഇഫ് യു സ്റ്റഡി സിൻടാക്സ് യു വിൽ ഫെയിൽ ദ ഫില്ലേഴ്സ് ആൻഡ് ക്ലോസ് ടെസ്റ്റ്. ഇഫ് യു ഓൺലി സ്റ്റഡി സിൻടാക്സ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഇന്റന്റ് ഓഫ് ദ സെന്റൻസ്. സിൻടാക്സ് മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ഫില്ലേഴ്സിലും ക്ലോസ് ടെസ്റ്റിലും നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ അതിന്റെ എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റന്റ് മനസ്സിലാക്കുക. അതിന്റെ ആ സെന്റൻസിലെ ഇന്റന്റ് അല്ലെങ്കിൽ ഇന്റൻഷൻ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതേപോലെ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോ ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെർബിന്റെ തേർഡ് ഫോം, ഇപ്പൊ 5 ഓപ്ഷൻസ് വന്നെന്ന് വിചാരിച്ചോളുക. കോഴ്സ് ടെസ്റ്റിനകത്തായാലും നമ്മൾ 5 ഓപ്ഷൻസ് വന്നെന്ന് വിചാരിച്ചോളുക. ഹാസോ ഹാവോ ഹാഡോ ബ്ലാങ്കിന് തൊട്ട് മുന്നേ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെർബിന്റെ തേർഡ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ കാണത്തുള്ളൂ V3. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ, ആ V3 എടുത്ത് അങ്ങോട്ടങ്ങ് റീപ്ലേസ് ചെയ്താൽ പോരെ. കാരണം വേറെ V1 V2 V4 ഒന്നും ഹാസിന്റെ ഹാവിന്റെ ഹാഡിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഹാസോ ഹാവോ ഹാഡോ അതിന്റെ കൂടെ ഓക്സിലറി വെർബ് അതിന്റെ കൂടെ ചേരുന്നത് എപ്പോഴും V3 ആയിരിക്കും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് ത്രൂ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ത്രൂ തന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ. Then editorial emotion. Read the Hindu or the New Indian Express daily. Focus on business, finance and geopolitics. All English comprehension speed. അതായത് ഹിന്ദു പത്രമോ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഡെയിലി വായിക്കുക. ഫോക്കസ് ഓൺ ബിസിനസ്, ഫിനാൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ്. അതായത് മെയിനായിട്ടും ഈ എക്സാമിന് ചോദിക്കുന്ന പാസേജ് എന്ന് പറയുന്നത് ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലോ അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിലോ വരുന്ന ഏതെങ്കിലും ഒരു എഡിറ്റോറിയലിനകത്തൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗമായിരിക്കും അവരെടുത്തിട്ട് എന്തിനു തരുന്നത്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പല പത്രങ്ങളിൽ നിന്നും. ഈ പത്രങ്ങളിൽ നിന്ന് എനിക്ക് തന്നെ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് എറർ ഡിറ്റക്ഷന് ഇതേപോലെ ഈ ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതേപോലെ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ച് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ വായിക്കുക. കൂടെ എടുത്ത് എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൂടെ എടുത്ത് വായിക്കുക കൂടി ചെയ്യുക. ഓക്കെ. അതേപോലെ ഫോക്കസ് ഓൺ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുക. ഫിനാൻസില് ജിയോ പൊളിറ്റിക്സിൽ ഇതിലെല്ലാം ഫോക്കസ് ചെയ്യുക. പിന്നെ എന്താ പറയാ, ഇൻക്രീസ് കോംപ്രിഹെൻഷൻ സ്പീഡ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. ഈ ഫ്രേസൽ വെർബ് മാസ്റ്ററി. എഡിറ്റോറിയൽസ് ആർ ബിൽറ്റ് ഓൺ ഫ്രേസൽ വെർബ്സ്. എഡിറ്റോറിയൽസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രേസൽ വെർബിന്റെ ഫുൾ അയ്യരുകളിയാണ്. ഫ്രേസൽ വെർബാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഭാഗമുണ്ട് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് പത്രത്തില്.
അപ്പം ഇംഗ്ലീഷ് പത്രത്തിൽ എഡിറ്റോറിയലിനകത്താണെങ്കിൽ ഫ്രേസിൽ വെർബ് ആണ് ഫുള്ള്. നിങ്ങൾക്ക് എത്രത്തോളം എഡിറ്റോറിയൽ ഫ്രേസിൽ വെർബ് കിട്ടോ അത്രത്തോളം ഫ്രേസിൽ വെർബ് നിങ്ങൾ ബുക്കിനകത്തോട്ട് മാർക്ക് എഴുതി വെക്കുക. അത് നിങ്ങൾ കൂടെ എടുത്ത് വായിക്കുക, പഠിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. എഡിറ്റോറിയൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഐസൊലേറ്റ് ദം, ലേൺ ദ സ്പെസിഫിക് കോണ്ടെക്സ്റ്റൽ യൂസേജ്. Then vocabulary extraction. Do not just read, extract 10 to 15 words daily. ജസ്റ്റ് വായിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, 10 അല്ലെങ്കിൽ 15 വേർഡ്. ഞാൻ പറയുന്നത് 10 അല്ലെങ്കിൽ 15 അല്ല, ഒരു 25 വേർഡ്സ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങളത് പഠിക്കേണ്ടി വരും. 25 വേർഡ്സ് എങ്കിലും. 25 വേർഡ്സ് പഠിച്ച് ഇന്ന് 25 വേർഡ്സ് പഠിച്ചു, അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം എന്താ പറയുക, ഒരു 25 വേർഡ്സ് വെച്ച് ഞാൻ ഇന്ന് 25 വേർഡ്സ് പഠിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നാളെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 25 വേർഡ്സ് അറിയില്ല. അങ്ങനെയാണ് സംഭവം. നമ്മൾ ഇന്ന് പഠിച്ച 25 വേർഡ്സ് നാളെ നമുക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആഴ്ച നാളെയും കൂടി നിങ്ങൾ ഓർത്തിരിക്കുകയായിരിക്കും. അടുത്ത ദിവസം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ 25 വേർഡ്സ് അറിയില്ല, അത് ഷുവറാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആ വേർഡ്സ് നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ എഴുതി വെക്കുന്ന വേർഡ്സുകൾ നിങ്ങൾ 10 to 15 അല്ല ഞാൻ പറയുന്നത്, 20 to 25 വേർഡ്സ് അങ്ങനെ ദിവസം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അത് എഡിറ്റോറിയൽ വായിക്കുക. എഡിറ്റോറിയലിൽ നിന്ന് ഫ്രേസ് വെർബുകൾ കിട്ടും. പത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒന്നാം തരം അടിപൊളിയായിട്ടുള്ള നല്ല വേർഡ്സുകൾ കിട്ടും. അത് നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത വേർഡുകളാണെന്നുണ്ടെങ്കിലും ഡൗട്ടുള്ള വേർഡ്സ് ആണെങ്കിലും നിങ്ങൾ ബുക്കിനകത്തോട്ട് എൻ്റർ ചെയ്ത് വെക്കുക. ഓക്കെ. Document their synonyms, antonyms and one word substitutions. Use AI tools to speed up this process. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒത്തിരി AI ടൂൾസുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും പരിഹരിക്കാനായിട്ട് AI ടൂൾസ് കൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന് ഒരു വേർഡ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ സിനോണിംസ് ആൻറ്റോണിംസ് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടെത്തണം. ഇപ്പോൾ ഒരു വേർഡ് കിട്ടിയാൽ ഇപ്പോൾ ട്രിവിയൽ എന്നുള്ള, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ട്രിവിയൽ എന്നുള്ള വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഇമ്പോർട്ടൻ്റ് എന്നാണ് മീനിങ്. അപ്പോൾ അൺഇമ്പോർട്ടൻ്റ് മീനിങ് വരുന്ന എന്തെല്ലാം വേർഡ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ക്രിട്ടിക്കലുണ്ട്, ക്രൂഷ്യലുണ്ട്, വൈറ്റലുണ്ട്, പിവറ്റലുണ്ട്, പ്രസ്സിംഗ് ഉണ്ട്, ഇമ്പരറ്റീവ് ഉണ്ട്, ഇങ്ങനെയുള്ള വേർഡ്സുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട്ലി എന്നെങ്കിൽ ആമിയബിൾ ഉണ്ട്, അമിക്കബിൾ ഉണ്ട്, അഫബിൾ ഉണ്ട്, ജീനിയൽ ഉണ്ട്. ഇതെല്ലാം എന്താണ് ഫ്രണ്ട്ലി എന്ന മീനിങ് വരുന്ന വേർഡ്സുകളാണ്. ഇതേപോലെ ഒരേ മീനിങ് വരുന്ന വേർഡ്സുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. Then mixed question sets. Dedicate time daily to mixed questions of RC, cross, error detection and para-jumbled. Sunday is not a holiday for you. Okay. Dedicate time daily to mixed questions of RC. RC means റീഡിങ് കോംപ്രിഹെൻഷൻ എന്നാണ് കേട്ടോ. അങ്ങനെ ഷോർട്ടാക്കി റീഡിങ് കോംപ്രിഹെൻഷനെ ഷോർട്ടാക്കിയിട്ട് RC എന്ന് എഴുതിയതാണ് കേട്ടോ. അപ്പം മിക്സഡ് ക്വസ്റ്റ്യൻസ് ഉള്ള അപ്പം എന്ന് ചെയ്യാൻ പറയുന്നതെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദിവസവും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യുക. ദിവസവും 2-3 മോക്ക് ടെസ്റ്റ് വീതം ചെയ്യുക. അത് അതിനകത്ത് റീഡിങ് കോംപ്രിഹെൻഷൻ വരും, ക്ലോസ് ടെസ്റ്റ് വരും, പാരാജമ്പിൾസ് വരും, വൊക്കാബുലറി ദാറ്റ് മീൻസ് സിനോണിംസ് ആൻഡ് ആന്റോണിംസ് വരും, ക്ലോസ് ടെസ്റ്റ് വരും, ഫില്ലേഴ്സ് വരും, എല്ലാം വരും. സെന്റൻസ് റീഅറേഞ്ച്മെന്റ് വരും, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് വരും, എറർ ഡിറ്റക്ഷൻ വരും. ഇതെല്ലാം വരും. ഇതെല്ലാം ഉൾപ്പെടുന്ന ഓരോ മോക്ക് ടെസ്റ്റ് ദിവസം 2-3 ചെയ്യാൻ ശ്രമിക്കുക. സൺഡേ എന്നെങ്കിൽ ഇത്രയും ദിവസം പഠിച്ച് 6 ദിവസം പഠിച്ച 7ാമത്തെ ദിവസം ഒരു സൗദി എടുക്കുക, അങ്ങനെ വിചാരിക്കരുത്. സൺഡേ ഇസ് നോട്ട് എ ഹോളിഡേ ഫോർ യു. ഓക്കെ. സൺഡേ എന്താണ് ഹോളിഡേ അല്ല കേട്ടോ. ഓക്കെ. ഫൈവ് ഡേയ്സ് ഇന്റൻസ് പ്രാക്ടീസ്. 5:1:1 ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് 5 days ഇന്റൻസ് പ്രാക്ടീസ് ആണ്. റിലൻറ്റ്ലെസ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ഓഫ് ദ ഡെയിലി 2-hour റൂട്ടീൻ മിക്സഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് എഡിറ്റോറിയൽ ഡീപ് ഡൈവ്സ്. റിലൻറ്റ്ലെസ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ആയിരിക്കണം. ഡെയിലി 2 hours കണ്ടിന്യൂസ് ആയിട്ട് 2 hours ഇരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഞാൻ പറയുന്നത് 2 hours മാത്രമല്ല, മോർ ദാൻ 2 hours പഠിക്കണം. 2 hours പഠിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും കുറേ 2 മണിക്കൂർ പഠിക്കുക. വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മണിക്കൂർ പഠിക്കുക. അങ്ങനെ പഠിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ പഠിച്ച കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. റിവൈസ് ചെയ്തില്ലെങ്കിൽ ഉള്ളത് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചോ ഇന്ന് ഇത്രയും പഠിച്ചല്ലോ, ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞല്ലോ എന്നുള്ള സമാധാനം കിട്ടും. ആ സമാധാനം 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് പോയി കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പഠിച്ച കാര്യം 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് മനുഷ്യരല്ലേ, മറവി ഉണ്ടല്ലോ എല്ലാവർക്കും, നമ്മൾ മറന്നു പോകും. ഓക്കെ. അതിനുശേഷം ഡേ 1 എന്ന് പറയുന്നത് 5 days നിങ്ങൾ ചെയ്യേണ്ടതാണ്. 5 days. ഇനി ഡേ 1 എന്ന് പറയുന്നത് പ്യൂർ റിവിഷൻ ആണ്. ഒരു ദിവസം നിങ്ങൾ എന്ത് റിവിഷൻ ചെയ്യണം. 5 ദിവസം പഠിച്ച കാര്യങ്ങൾ 5 ദിവസം 2 മണിക്കൂർ വീതം പഠിച്ചതിന് ശേഷം ആ 5 ദിവസം പഠിച്ച കാര്യം ഡേ 1 5:1:1 എന്ന് പറയുന്നത് 5 ദിവസം പഠിക്കുക. അടുത്ത 6ാമത്തെ ദിവസം നിങ്ങൾ ആ 5 ദിവസം പഠിച്ചതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഫുള്ള് റിവൈസ് ചെയ്യേണ്ട ദിവസമാണ് 6ാമത്തെ ദിവസം എന്ന് പറയുന്നത്. 6ാമത്തെ ദിവസം 7th ഡേ എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ദിവസമാണ്. മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ദിവസമാണ് 7th ഡേ എന്ന് പറയുന്നത്.
ദാറ്റ് മീൻസ് സൺഡേ ആയിരിക്കും 7th ഡേ എന്ന് പറയുന്നത്. അത് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. 20 minutes 30 questions ആണ്, നോ ഡിസ്ട്രാക്ഷൻസ് കേട്ടോ. അപ്പോൾ 20 minutes കൊണ്ട് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം? 30 questions നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കവർ ചെയ്തിരിക്കണം. 20 minute കൊണ്ട് 30 questions കവർ ചെയ്തിരിക്കണം. അതേപോലെ 0.90 മാർക്സ് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ, ഇഷ്ടമുള്ളത് കയറി ചാടിക്കയറി അറ്റൻഡ് ചെയ്യാന്ന് വിചാരിക്കേണ്ട. 0.25 ഫോർ 1 ഇൻകറക്റ്റ് മാർക്കിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ 0.25 മാർക്സ് 0.25 മാർക്സ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓരോ ആൻസേഴ്സിനും നിങ്ങൾക്ക് പോയി കിട്ടുന്നത്. നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലീവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതങ്ങ് വിട്ടുകളയുക. അതിൻ്റെ പുറകിന് പോകാൻ നിൽക്കരുത്. അതിന് മാർക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഇതായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോവുകയും ചെയ്യരുത് കേട്ടോ. ഓക്കെ, പിന്നെ ഫീഡ്ബാക്ക് ലൂപ്പ്, മോക്ക് അനാലിസിസ്, ടേക്ക് ടെസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ടെസ്റ്റ് ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് വീക്ക്നെസ്, ഐഡന്റിഫൈ വീക്ക്നെസ് വീക്ക് ആണ്, RC ആണെന്നുണ്ടെങ്കിൽ RC വീക്ക് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ബെറ്റർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, വീണ്ടും റിഫൈൻ ചെയ്യുക, സ്ട്രാറ്റജി റിഫൈൻ ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത്? മോക്ക് ടെസ്റ്റ് എഴുതുക. മോക്ക് ടെസ്റ്റ് എഴുതിയതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഏത് ഭാഗത്താണ് നിങ്ങൾ വീക്കായിട്ടുള്ളത് വെച്ചാൽ ആ വീക്ക് ഏരിയ നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഇപ്പം RC ആണ്, റീഡിങ് കോംപ്രിഹെൻഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയ നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് നിങ്ങൾ ഒന്നും കൂടി റിഫൈൻ ചെയ്ത് സ്ട്രാറ്റജി റിഫൈൻ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ആ ഏരിയ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കോമൺ ട്രാപ്സ് ടു അവോയ്ഡ്, ഇഗ്നോറിങ് RC പ്രാക്ടീസ് അണ്ടിൽ ദ ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ട് RC പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചാൽ അത് ചെയ്യരുത്. റിലേ പ്യുവർലി ഓൺ ഗ്രാമർ വൈൽ ഇഗ്നോറിങ് വൊക്കാബുലറി. വൊക്കാബുലറി ഇഗ്നോർ ചെയ്തുകൊണ്ട്, റിലേ മീൻസ് ഡിപ്പെൻഡ് പ്യുവർലി ഓൺ ഗ്രാമർ, ടേക്ക് മോക്സ് ബട്ട് ഫെയിലിംഗ് ടു അനലൈസ് ദ മിസ്റ്റേക്ക്. മോക്ക് ടെസ്റ്റ് ചെയ്യുക, ബട്ട് ഫെയിൽ ടു അനലൈസ് ദ മിസ്റ്റേക്സ്. ഒരു കാരണവശാലും എന്ത് വരുത്താനും പാടില്ല? മിസ്റ്റേക്സ് വരുത്താനും പാടില്ല. അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യുക എന്ന് മാത്രമുള്ള ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഉള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 50 അറിയത്തുള്ളതെന്നുണ്ടെങ്കിൽ 50 മതി. നമുക്ക് 51ാമത്തെ ക്വസ്റ്റ്യൻ അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയില്ല, വിട്ടുകളയാ. ഓക്കെ, നമുക്കിപ്പോൾ 100 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പം നമുക്കൊരു 70 മാർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 70 മാർക്ക് മതി. 70 മാർക്ക് മതി, നെഗറ്റീവ് മാർക്ക് വേണ്ട നമുക്ക്. ഓക്കെ, ഉള്ള മാർക്കിൽ നിന്ന് നമ്മൾ എന്തിനാണ് ഉള്ള മാർക്കിൽ നിന്ന് നെഗറ്റീവ് മാർക്ക് കൊണ്ട് കളയുന്നത്? ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. ഡീപ്പ് ഫോക്കസ്, ലാസ്റ്റ് അറ്റംപ്റ്റ്, റീഡിങ് കോംപ്രിഹെൻഷൻ ഹൈലി ടൈം കൺസ്യൂമിംഗ് ആണ്. ടാക്കിൾ ദിസ് ഓൺലി വെൻ ഏർലി മാർക്സ് ആർ സെക്യൂർഡ്. അതായത് ഡീപ്പ് ഫോക്കസ്, ലാസ്റ്റ് അറ്റംപ്റ്റ് മിക്ക ആൾക്കാരും ചെയ്യുന്നത്, ചില ആൾക്കാർ ചെയ്യാറുള്ളതാണ് കേട്ടോ. അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്തതിന് ശേഷം റീഡിങ് കോംപ്രിഹെൻഷൻ ലാസ്റ്റ് കൊണ്ട് ചെയ്യുക. ഓക്കെ, അതും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ ഏറ്റവും ടൈം എടുക്കുന്ന സാധനമാണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. റീഡിങ് കോംപ്രിഹെൻഷൻ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാം, അതും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് കഴിഞ്ഞ് കോണ്ടെക്സ്റ്റ് അസിമുലേഷൻ, ക്ലോസ് ടെസ്റ്റ്, റിക്വയർസ് റീഡിങ് എ ഫുൾ പാരഗ്രാഫ്, ബ്രിഡ്ജിങ് ദ ഗ്യാപ് ബിറ്റ്വീൻ ഗ്രാമർ ആൻഡ് റീഡിങ്. ഒരു ഫുൾ പാരഗ്രാഫ് വരും, ഇത്രയുള്ളൊരു വലിയൊരു പാരഗ്രാഫ് വന്നതിന് ശേഷം അത് കഴിഞ്ഞ ശേഷം അതിനകത്ത് കുറച്ച് ബ്ലാങ്ക്സ് ആണ്, ആ ബ്ലാങ്ക്സ് നമ്മൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാൻ നമുക്ക് കുറച്ച് ഓപ്ഷൻസും തരും. ആ ഓപ്ഷൻസ് നോക്കി വെച്ചിട്ട് നമ്മുടെ ആ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചതിന് ശേഷം അതെല്ലാം ക്ലൂസ് ഉണ്ട്, നമുക്ക് ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് കേട്ടോ. ക്ലാസ്സിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇതെല്ലാം അതിൻ്റെ ഗ്രാമർ റൂൾസ് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ക്ലോസ് ടെസ്റ്റ് നമുക്ക് എല്ലാം എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും ഇല്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല, ഇംഗ്ലീഷ് പഠിക്കാത്ത കുട്ടികൾ വരെ പറയുന്നത് ഇംഗ്ലീഷ് ഇത്രയും സിമ്പിൾ ആണെന്നാണ് പറയുന്നത്. സിമ്പിൾ ടോപ്പിക്കാണ്. നിങ്ങൾ ആദ്യം റൂൾസ് പഠിക്കുക. റൂൾസ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ഒരു ഓക്കെ ആകും. ഓക്കെ, പിന്നെ വൊക്കാബുലറിയും റൂൾസും പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു 75% നമ്മൾ ഓക്കെ ആകുന്നതാണ്. ദെൻ മൊമെന്റം ബിൽഡേഴ്സ്, ഫ്രേസ് റീപ്ലേസ്മെന്റ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് എഡിറ്റോറിയൽ വായിക്കുക എന്നുള്ളത്. വൊക്കാബുലറി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിലാണെങ്കിൽ ഞാൻ വേർഡ്സ് കൊടുക്കുന്നുണ്ട്. വേർഡ്സ് കൊടുക്കുമ്പോൾ എനിക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു 10 to 15 അല്ലെങ്കിൽ 20 വേർഡ്സ് മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ദിവസം. അത് തന്നെ റിവൈസ് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും പറ്റില്ല എനിക്ക്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ ഞാനൊരു 20 വേർഡ്സ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അതെന്താവാനാണ്? അപ്പോൾ നിങ്ങൾ തന്നെ എഫേർട്ട് ഇട്ട് നിങ്ങൾ തന്നെ എഡിറ്റോറിയൽ എടുത്ത് വെച്ച് വായിച്ച് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വേർഡ്സുകൾ കണ്ടെത്തുക. ഇതൊക്കെയാണ് നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, പിന്നെ ഫ്രേസ് റീപ്ലേസ്മെന്റ് ആൻഡ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് റിലൈസ് ഓൺ ഗ്രാമർ ആൻഡ് സിൻടാക്സ് റൂൾസ്. അതിന് നിങ്ങൾ ഏറ്റവും ഫ്രേസ് റീപ്ലേസ്മെന്റും സെന്റൻസ് ഇംപ്രൂവ്മെന്റിനും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഗ്രാമറിനെയും സിൻടാക്സ് റൂൾസിനെയാണ്. അതാ ഞാൻ പറഞ്ഞത്,
ഈ 120 റൂൾസിനകത്ത് നിങ്ങൾ ഒരു 85 റൂൾസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. ക്വിക്ക് വിൻസ്, ഫസ്റ്റ് ടു അറ്റംപ്റ്റ്, എറർ ഡിറ്റക്ഷൻ ആൻഡ് ഫില്ലേഴ്സ്, ഹൈ സ്പീഡ്, ലോ കോഗ്നിറ്റീവ് ലോഡ്, സെക്യൂർസ് ഇമ്മ്യൂണിറ്റി മാർക്സ് ആൻഡ് ബിൽഡ് കോൺഫിഡൻസ്. ഇത് ഇത്രയും ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എറർ ഡിറ്റക്ഷനും ഫില്ലേഴ്സും ആണ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എറർ ഡിറ്റക്ഷനും ഫില്ലേഴ്സും ചെയ്യുക. റീഡിങ് കോംപ്രിഹെൻഷൻ നിങ്ങൾ ലാസ്റ്റ് ചെയ്യാൻ നിൽക്കുക കേട്ടോ. Then the 20-minute master plan prelims timeline, minute 0, minute 7, minute 12, minute 19. ആദ്യം ചെയ്യേണ്ടത് ഈസി ഗ്രാമർ ക്വസ്റ്റ്യൻസ്, എറർ ഡിറ്റക്ഷൻ ആൻഡ് ഫില്ലേഴ്സിന് നിങ്ങൾ 5 to 7 minutes എടുക്കാൻ പാടുള്ളൂ. ആകെ നമുക്കറിയാമല്ലോ ഒരു 85 to 90% ആക്യുറസി, അല്ലെങ്കിൽ 20 to 26 ക്വസ്റ്റ്യൻസ് നമുക്ക് ആകെ കിട്ടുന്നത് ആകെ 30 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് നമ്മൾ എന്തായാലും 20 to 26 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ഒരു ആവറേജ് എയിം ചെയ്യണം. ടാർഗറ്റ് എന്ന് വെച്ചാൽ നമ്മൾക്ക് 20+ ആയിരിക്കണം. 20+ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 20 മാർക്കിൽ കൂടുതൽ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. 20 എണ്ണത്തിൽ കൂടുതൽ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. 20 മാർക്കിൽ നമ്മൾ സ്കോറും ചെയ്തിരിക്കണം. പിന്നെ അതിൽ നെഗറ്റീവ് വരുത്താൻ പാടില്ല കേട്ടോ. ഓക്കെ. അതിൻ്റെ ബെസ്റ്റ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഫില്ലേഴ്സിനകത്ത് നിങ്ങൾ ടാർഗറ്റ് 5 to 7 minutes എടുക്കാൻ പാടുള്ളൂ. അതുപോലെ പാരാജമ്പിളിന് നിങ്ങൾ 5 to 6 minutes എടുക്കാൻ പാടുള്ളൂ. റീഡിങ് കോംപ്രിഹെൻഷന് മാക്സിമം പോയാൽ ഒരു 7 to 8 minutes. ഫൈനൽ റിവ്യൂ ആൻഡ് ബഫർ ആണെന്നുണ്ടെങ്കിൽ 1 to 2 minutes ഓടിച്ചിട്ടൊന്ന് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബഫർ പോലെ ഒരു 1 to 2 minutes എടുക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു എക്സാം സ്ട്രാറ്റജി. ഇപ്പം നിങ്ങൾ ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലോ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് അല്ലേ. അപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും എങ്ങനെ ചെയ്യണം, എന്തെല്ലാം ആണ് ഇതിനകത്ത് ചോദിക്കുന്നതെന്ന് എല്ലാം അറിയാം. പ്രിലിംസിൻ്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പ്രിലിംസ് സ്കോർ ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രിലിംസ് അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് മെയിൻസിൻ്റെ സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് പോകാവുന്നതാണ് കേട്ടോ. The topper is not the fast but the most accurate. The topper എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് അല്ല, the most accurate ആണ്. റീഡിങ്, കോണ്ടെക്സ്റ്റ്, പ്രാക്ടീസ്, അനലൈസ്, പ്രിപ്പയർ സ്മാർട്ട്ലി, എക്സിക്യൂട്ട് പ്രിസൈസ്ലി. അപ്പോൾ ടോപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയല്ല. ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇഷ്ടം. തെറ്റ് ശരി, തെറ്റ് ശരി, തെറ്റ് ശരി, ഇത് ശരിയായിരിക്കും, തെറ്റായിരിക്കും, തെറ്റായിരിക്കും, ഇത് ശരിയായിരിക്കും, ഇത് ശരിയായിരിക്കും, ശരി. ഇത് ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യുന്ന ആളിൽ ഒരിക്കലും ടോപ്പർ ആവത്തില്ല. ഏറ്റവും സ്പീഡിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ എന്താ പറയുന്നത് കണ്ടുപിടിക്കുന്ന ആളായിരിക്കും ഏറ്റവും എന്താ പറയുന്നത് വിന്നർ ആകുന്നത് അല്ലേ. അപ്പോൾ ഒരു കാരണം വെച്ചാലും ഫാസ്റ്റായിട്ടല്ല, ഫാസ്റ്റ് വേണം, നമുക്ക് ഫാസ്റ്റ് വേണം. അതിൻ്റെ കൂടെ സ്പീഡും അതിൻ്റെ കൂടെ നമുക്ക് ആക്യുറസിയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിലിംസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായി വരുന്നതെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കും, എങ്ങനെല്ലാം ആണ് ഈസി വേ ഏതെല്ലാം ആണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിലൂടെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതെല്ലാം എങ്ങനെ ക്ലോസ് ടെസ്റ്റ് ആയാലും ഗ്രാമർ റൂൾസ് ആയാലും എറർ ഡിറ്റക്ഷൻ ആയാലും ഇതെല്ലാം നമ്മൾ എങ്ങനെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളതെല്ലാം നമ്മൾ ഗ്രാമർ റൂൾസിലൂടെയും എറർ ഡിറ്റക്ഷൻ ആയാലും ക്ലോസ് ടെസ്റ്റ് ആയാലും ഫില്ലേഴ്സ് ആയാലും സെൻറ്റൻസ് ഇംപ്രൂവ്മെന്റ് ആയാലും പാരാജമ്പിൾ ആയാലും നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. Okay, so happy learning for everyone. Thank you so much.